ഇന്നത്തെ റെസിപ്പി പപ്പട ചമ്മന്തിയാണ്. ഈ ചമ്മന്തി കൂട്ടി ചോറുണ്ണുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ചോറുണ്ട് പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പപ്പട ചമ്മന്തിക്ക്. അപ്പം നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ പപ്പട ചമ്മന്തി ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. പപ്പട ചമ്മന്തി ഉണ്ടാക്കുന്നതിന് ഞാൻ ആദ്യം നമുക്ക് പപ്പടം വറുത്തെടുക്കാം. ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കൊരു 6 പപ്പടം വറുത്തെടുക്കാം. പപ്പടം നമ്മൾ വറുത്തെടുത്തു. നമുക്കിത് മാറ്റി വെക്കാം. കാഞ്ഞ എണ്ണയിൽ നമുക്ക് 10 വറ്റൽമുളകൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്. നമുക്കതെടുക്കാം. ഒത്തിരി ആ എണ്ണയിൽ തന്നെ നമ്മളൊരു 10 ഉള്ളി, ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പപ്പട ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഉള്ളിയൊക്കെ എണ്ണയിലൊക്കെ മൂപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക രുചി നമുക്ക് കിട്ടും. ഒത്തിരി മൂത്ത് പോകേണ്ട ഈ പരുവത്തിൽ നമുക്കിത് കോരിയെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം. പപ്പടത്തിനുണ്ട് ഉള്ളതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. വറുത്തെടുത്ത വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. തേങ്ങയും ഉള്ളിയും മുളകും എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പപ്പടവും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ നമുക്ക് അരച്ചുകൊണ്ട് വരാം. അങ്ങനെ പപ്പട ചമ്മന്തി നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പട ചമ്മന്തി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം.